ചട്ടമ്പിത്തരത്തിന് ആഹ്വാനം ചെയ്യുന്നത് കെ മുരളീധരൻ ഒരാളാണ്. രാവിലെ എഴുന്നേറ്റാൽ 10 മണിക്ക് മുമ്പേ ചട്ടമ്പിത്തരത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് പരാക്രമം സ്ത്രീകളോടല്ല വേണ്ടു എന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. സ്ത്രീയായ ഒരു മന്ത്രിയോട് ഇത്ര മോശമായി പെരുമാറാൻ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ പറ്റുള്ളൂ തെളിയിച്ചിരിക്കുകയാണ്. ഇത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ അറിഞ്ഞുകൊണ്ട് അഴിച്ചുവിടുന്ന ഗുണ്ടായുസമാണ്. പ്രതിപക്ഷ നേതാവിന് ഇതിൽ പങ്കുണ്ട്, രമേശ് ചെന്നിത്തലയ്ക്ക് ഇതിൽ പങ്കുണ്ട്, കെ മുരളീധരൻ ഇതിൽ പങ്കുണ്ട്. കാരണം ഈ സോണിയാഗാന്ധി നയിച്ചിരുന്ന കോൺഗ്രസ്സിന് ഇത്രയും ഒരു ഗതികേട് വന്നു എന്നതിൽ വളരെ സംശയമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ ബഗളി പിടിച്ചിട്ട് കാണിക്കുന്ന കോമാളിത്തരങ്ങളാണ് ഇത് അക്രമാസക്തമായ ഇവരൊരു ക്രിമിനൽ ഗ്രൂപ്പാണ്. ഇവരുടെ കയ്യിൽ ഈ പറഞ്ഞ കണക്ക് അടൂരുകാരൻ ഒരാൾ പാലക്കാട് നിന്ന് ചോദിച്ചല്ലോ, അയാളുടെ കയ്യിലുള്ളതുപോലെ ക്രിമിനൽ വേലകളാണ് ഇവൻ്റെയൊക്കെ കയ്യിലുള്ളത്. അതാണ് ഈ കാണിക്കുന്നത്. ഒരു സ്ത്രീയോട്, വനിതാ മന്ത്രിയാണ്, പ്രതിഷേധിക്കാം. മന്ത്രി എന്ത് കുറ്റം ചെയ്തു? വീണ ജോർജ് മന്ത്രി എന്ത് കുറ്റമാണ് ചെയ്തെന്ന് എനിക്കറിയില്ല. ഡോക്ടർമാർക്ക് കൈപ്പഴ സംഭവിച്ചാൽ, ഡോക്ടർമാരുടെ ഭാഗത്ത് പാകപ്പഴ ഉണ്ടായാൽ മന്ത്രിയാണോ ഉത്തരം പറയേണ്ടത്? KSRTC ബസ് ഒരു ഡ്രൈവർ കൊണ്ടുപോയി ഇടിച്ചാൽ മന്ത്രിയാണോ അതിൻ്റെ ഉത്തരവാദി? അല്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മര്യാദയില്ലാത്ത സമരങ്ങൾ നല്ലതല്ല. പ്രത്യേകിച്ച് ഒരു സ്ത്രീയായ ഒരു മന്ത്രിയോട് ഇത്തരം മോശമായ ഒരു സമീപനം ഒട്ടും ശരിയല്ല. അവരെ ഒറ്റയ്ക്ക് വേട്ടയാടാനും ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഞങ്ങളെ മുന്നണിയിലുള്ള ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവും മന്ത്രിയുമാണ്. അവരെ ഒറ്റയ്ക്ക് വേട്ടയാടാമെന്നാരും കരുതണ്ട. ഇത്തരം ചട്ടമ്പിത്തരങ്ങൾക്കും ഇത്തരം ഗുണ്ടായുസത്തിനും തെരഞ്ഞെടുപ്പ് വരുവാണെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം കൊടുക്കരുത് എന്നാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിന് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ നിലവാരം സൂക്ഷിക്കണം. ഇത് KSUവിലും യൂത്ത് കോൺഗ്രസ്സിലും കടന്നുകൂടിയിരിക്കുന്ന കുറേ ഗുണ്ടാ സംഘങ്ങളാണ്. അവരുടെ പ്രവൃത്തി എന്താണെന്ന് പാലക്കാട് MLA തെളിയിച്ചിട്ടുണ്ട്.